നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മുടവൂരിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം, 10ഓളം പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ശനിയാഴ്ച രാവിലെ 8:30 മുടവൂർ പള്ളിത്താഴത്ത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സീതാറാം യെച്ചൂരി അനുസ്മരിച്ച CPM മൂവാറ്റുപുഴയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം സംഘടിപ്പിച്ചത് മേള ഓഡിറ്റോറിയത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. വാളകം പഞ്ചായത്തിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം. വെള്ളാരംകല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചുവടുവെച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ സാലസ് കലുപുര ഉദ്ഘാടനം ചെയ്തു. മണിയന്ത്രം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടത്തപ്പെട്ടു. ഹെഡ് മിസ്ട്രസ് റാണീസ് കലടാന്തിയിൽ നേതൃത്വം നൽകി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം. ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലമിൻ മുളവൂർ മേഖല ചീഫ് മുഫത്തിഷ് PM സിദ്ദിഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. പെരുമറ്റം VM പബ്ലിക് സ്കൂളിൽ കലയരങ്ങിന് തുടക്കം. എഴുത്തുകാരൻ അക്ബർ ആളത്തിൽ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഇനങ്ങളിലായി 700ഓളം വിദ്യാർത്ഥികൾ മാറ്റിവെച്ചു. വാർത്തകൾ വിശദമായി. മുളവൂരിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 8:30 മുടവൂർ പള്ളിത്താഴത്താണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ കാക്കനാട് റോഡിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച രാവിലെ 8:30 മുടവൂർ പള്ളിത്താഴത്താണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 10ഓളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായും തകർന്നു. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൂവാറ്റുപുഴയിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ച CPM എറണാകുളം ജില്ലാ കമ്മിറ്റി. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതാണ് കേന്ദ്രം. സ്റ്റുഡന്റ് സ്ട്രഗിൾ എന്നാണ് പേര്. വിദ്യാർത്ഥി സമരങ്ങൾ അതിലുണ്ട്. പക്ഷെ സാംസ്കാരിക രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ, പ്രൊഫസർമാർ നടത്തുന്ന ഇടപെടലുകൾ, ഇതെല്ലാം ഈ സ്റ്റുഡന്റ് സ്ട്രഗിളിൽ വന്നത് SFIയുടെ ഇന്നത്തെ കാഴ്ചപ്പാട് അത്തരത്തിലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ റിസർച്ച് സ്കോളേഴ്സിന് മാത്രമായിട്ട് SFI ഇപ്പോൾ CMA ഇറക്കുന്നത്. എല്ലാവരും ഒരു വിഷയം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പക്ഷേ ജ്ഞാനാധിഷ്ഠിതമായ ഒരു ഉള്ളടക്കം, സമരാധിഷ്ഠിതമായ ഉള്ളടക്കത്തോടൊപ്പം സ്റ്റുഡന്റ് സ്ട്രഗിളിൽ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നതിൽ സീതാറാമിന്റെ എഡിറ്റർ എന്നുള്ള നിലയിലുള്ള താല്പര്യം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു, കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ PM ഇസ്മയിൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാളകം പഞ്ചായത്തിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം 2024-25 കാലയളവിൽ നടപ്പിലാക്കിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു. വാളകം പഞ്ചായത്ത് കുടിലിൽ KM ജോർജിന്റെ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. എല്ലാം പറിച്ചെടുത്തുകൊണ്ട് അതുപോലെ തോട്ടിലെ മീനും പുഴയിലെ മീനും ഒക്കെ പിടിച്ച് നമ്മൾ സുഖമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക. അപ്പോൾ ട്രംപിനെ പോലെയുള്ളവരൊക്കെ അവിടുന്ന് ഭീഷണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം താളം വെക്കുക. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റാണ്. അതിപ്പം നാടാണെങ്കിലും സ്റ്റേറ്റാണെങ്കിലും രാജ്യമാണെങ്കിലും ഒക്കെ അങ്ങനെയാണെങ്കിലും ആരെയും ഭീഷണിക്കൊന്നും നമുക്ക് പഴങ്കണ്ടതായിട്ട് വരില്ല. അന്തത്തോടെ തലയുറപ്പിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ തലമുറയ്ക്കും എല്ലാം കഴിയണമെന്നില്ല. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയിലൂടെ തിലാപ്പിയ, വരാൽ തുടങ്ങി 7000ഓളം മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചത്. വളർച്ചയെത്തിയ മത്സ്യത്തെ ആവശ്യാനുസരണം വിളവെടുപ്പ് നടത്തി വിൽക്കുകയാണ് പതിവ്. മായം ചേർക്കാത്ത ഗുണമേന്മയുള്ള മത്സ്യം വാങ്ങാൻ ആവശ്യക്കാരേറെയാണ്.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ ഫിഷറീസ് ഓഫീസർ സുമയ്യ AS, പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ഷിബി ഐസക്, ബിന്ദു പോൾ, ആനി സോണിയ, ഷാജി വർഗീസ്, ജോമോൻ കുര്യൻ, ജിഷ MT തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളാരംകല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചുവടുവെച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. വെള്ളാരംകല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സാലസ് കല്ലുപുര ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ചുവടുവെച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വേഷവും പൂക്കളവും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജ്യോതി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മിനി സാലസ്, അധ്യാപകരായ സബീന PA, ഷൈജി ജോൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തപ്പെട്ടു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മണിയന്ത്രം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് റാണി S കലാഡാന്തീലിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ, ചെണ്ടമേളം, വിവിധ മത്സരങ്ങൾ, ഓണസദ്യ എന്നിവ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GB AK, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് അഗസ്റ്റിൻ, ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ്, പോലീസ് സ്റ്റേഷൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്ത് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ മുളവൂർ മേഖല ചീഫ് മുഫത്തിഷ് PM സിദ്ദീഖ് മൗലവി പദ്ധതി വിശദീകരണവും ഉദ്ഘാടനവും നിർവഹിച്ചു. ഫലവൃക്ഷ തൈ നടിയൽ ഉദ്ഘാടനം മുളവൂർ ദാറുസലാം മസ്ജിദ് അങ്കണത്തിൽ മേഖലാ പ്രസിഡന്റ് ചിലവ് ഫൈസൽ മൗലവി നിർവഹിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പെരുമറ്റം BM പബ്ലിക് സ്കൂളിൽ കാലിഡോ ആർട്സ് ഫെസ്റ്റ് 2K25 എന്ന പേരിൽ കലാമേളയ്ക്ക് തുടക്കമായി. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബർ ആളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 68 വ്യത്യസ്ത ഇനങ്ങളിലായി 800ഓളം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റുരച്ചു. സ്കൂൾ ലൈബ്രറിക്കായി അക്ബർ തന്റെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കലാമേളയ്ക്ക് വ്യത്യസ്തമായ പേര് നിർദ്ദേശിച്ച ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപിക റസീന KM ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് ഉയർത്തണമെന്ന് ആപ്കോസ് അസോസിയേഷൻ. ക്ഷീരകർഷകർക്ക് സംഘങ്ങളിൽ അളക്കുന്ന മുഴുവൻ പാലിനും ഇൻസെന്റീവ് നൽകണമെന്നും നിലവിൽ ലഭിക്കുന്ന 3 രൂപ നിരക്ക് അപര്യാപ്തമായതിനാൽ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മൂവാറ്റുപുഴ ആപ്കോസ് അസോസിയേഷൻ പ്രസിഡന്റ് റിജു സെബാസ്റ്റ്യൻ, സെക്രട്ടറി പയസ് മാതേക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കല്ലൂർക്കാട് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും നാളെ രാവിലെ 7 പൂക്കള മത്സരം, 9 വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടും. 12 നടക്കുന്ന കുടുംബ സദസ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ്, KN ശ്രീകുമാർ, CV അജേഷ്, ഷാൻഡി ബിജു, PN രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിക്കും. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ, നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം, നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി, കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം, പനശ്ശിയം റോഡ് ഓടക്കാലി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.